അതിന് രണ്ടാമത്തെ കാരണം അവരുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ പേഴ്സണൽ കാര്യമാണ്. നിൻ്റെ എന്ത് കാര്യം? എൻ്റെ വാശി. അത് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ പകയെരിയുന്നത് പോലെ തോന്നി അവന്. ദേവിയുടെ കല്യാണം മുടങ്ങിയ അന്ന് കുന്നുംപുറത്തെ നടയുടെ മുന്നിൽ നിന്ന് കല്യാണവേഷത്തിൽ കരഞ്ഞു തളർന്ന് നിങ്ങളുടെ കയ്യും പിടിച്ച് അവൾ ആ പടികൾ ഇറങ്ങിയില്ലേ? അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ഇനി ദേവിയുടെ വിവാഹം നടക്കുകയാണെങ്കിൽ എൻ്റെ ഏട്ടനേക്കാളും മിടുക്കനായ ഒരാളായിരിക്കും അവളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും പണത്തിൻ്റെ കാര്യത്തിലായാലും അഭിയേട്ടനേക്കാളും മിടുക്കനായിരിക്കണം അവളുടെ ഭർത്താവാകാൻ പോകുന്നവനെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് ഒരുതരം വാശിയോടുകൂടി തന്നെയാണ് അവൾ അത്രയും സംസാരിച്ചത്. പിന്നെ പെട്ടെന്ന് മുഖം മാറി സന്തോഷത്തോടു കൂടി ദർശനെ നോക്കി അവൾ പറഞ്ഞു, വിച്ചുവേട്ടൻ എല്ലാ രീതിയിലും അഭിയേട്ടനേക്കാളും മിടുക്കനല്ലേ? പുരികം പൊക്കി അവൾ പറഞ്ഞത് ശരിയല്ലേ എന്ന രീതിയിൽ ദർശനെ നോക്കി അവൾ ചോദിച്ചു. അവളുടെ ആ ഭാവം കണ്ട് ദർശന് പോലും ചിരി വന്നു. അപ്പോൾ എൻ്റെ പെങ്ങളെ കെട്ടിച്ചുകൊണ്ട് സ്വന്തം ചേട്ടന് തന്നെ പണി കൊടുക്കാൻ നീ തീരുമാനിച്ചു അല്ലേ? പിന്നല്ലാതെ, വെറും പണിയല്ല, നല്ല അടാറ് പണി തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നോക്കിക്കോ, ദേവിയുടെ വിവാഹം ഉറപ്പിച്ചു എന്നറിയുമ്പോൾ വാലിന് തീ പിടിച്ച പോലെ ഒരു ഓട്ടം ഉണ്ടാകും അവിടെ. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അവൻ്റെ മുഖത്തും ഒരു വിജയച്ചിരി വന്നു അന്നേരം. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അഭിയേട്ടന് പകരം വിച്ചുവേട്ടനായിരുന്നു എൻ്റെ സ്വന്തം ചേട്ടനെങ്കിലെന്ന്. ഇങ്ങനെയൊക്കെ ആവാനായിരിക്കും വിധി അല്ലേ? ഇനിയിപ്പോൾ എല്ലാം നല്ലതേ നടക്കൂ ദേവിയുടെ ജീവിതത്തിൽ. നോക്കിക്കോ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ. അവൾ അത് പറഞ്ഞ് ദർശനെ നോക്കിയ അതേ നിമിഷത്തിൽ തന്നെ അവനും അവളെ നോക്കി. മിഴികൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ വെപ്രാളത്തോടെ അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു. പെട്ടെന്നാണ് ദർശൻ്റെ ഫോൺ ബെല്ലടിച്ചത്. അന്നേരം അവനതൊരു ആശ്വാസമായി തോന്നി. ദർശൻ്റെ ആത്മസുഹൃത്തും അവരുടെ മാനേജർ മാത്യുവിൻ്റെ മകനുമായ നിഖിലായിരുന്നു അത്. അവനും ദർശൻ്റെ ഒപ്പം തന്നെയായിരുന്നു പഠിച്ചതെല്ലാം. പഠിപ്പ് കഴിഞ്ഞപ്പോൾ അവനോടും ദാസൻ ഇഷ്ടമുണ്ടെങ്കിൽ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞതാണ്. പക്ഷേ മാത്യു സമ്മതിച്ചില്ല. ദർശനെ പോലെയല്ല നിഖിൽ. കാര്യങ്ങളെല്ലാം ഒരു തമാശ മട്ടിലേ അവൻ എടുക്കൂ. അതുകൊണ്ട് കമ്പനിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമൊക്കെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കമ്പനിയിൽ ജോയിൻ ചെയ്താൽ മതിയെന്ന് മാത്യു പറഞ്ഞിരുന്നു. 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കമ്പനിയിലെ ഒരു സ്റ്റാഫായി അവനെ മാത്യു തന്നെ അപ്പോയിൻറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും വർക്ക് സൈറ്റിൽ മാത്രമാണ് അവനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ പോകാനിരിക്കുകയായിരുന്നു അവൻ. ദർശൻ വേഗം ഫോൺ എടുത്തു. ആടാ നിഖിലേ, എന്തുണ്ട്? നീ ഇങ്ങോട്ടേക്കൊന്നും വരുന്നില്ലേ? അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? 3-4 ദിവസമായല്ലേ ഇവിടുന്ന് പോയിട്ട്? എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരു ദയയില്ലാത്ത ഒരു മനുഷ്യനെ കമ്പനിയുടെ മാനേജറാക്കി വെച്ചിട്ട് എന്നെ ഇട്ട് നെട്ടോട്ട് ഓടിക്കുക അങ്ങേര്. ആദ്യം നിങ്ങൾ അങ്ങേരെ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറ്റ്, എന്നാലേ കമ്പനി നന്നാവൂ. ഡാ സ്വന്തം അപ്പനിട്ട് തന്നെ പാര വയ്ക്കാതെടാ. അങ്ങേര് വെച്ചുകൊണ്ടിരിക്കുന്ന പാരയോളം വരില്ല ഇതൊന്നും. ആഹാ, എന്താടാ ഇപ്പോൾ പുതിയൊരു പ്രശ്നം? ദർശൻ ചിരിയോടെ ചോദിച്ചു. അപ്പോൾ നീ അറിഞ്ഞില്ലേടാ, എന്നോട് അങ്ങേര് തൃശ്ശൂരിലെ വർക്ക് കഴിയുമ്പോൾ നേരെ പാലക്കാട്ടേക്ക് വരാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പാലക്കാട്ടേക്കോ? ഓ, അവിടെ പുതിയ 2 വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ, എന്നാലേ ആ 2 സൈറ്റിലേക്കും എന്നോട് തന്നെയാ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ ഈ നാട് വിടും. എന്നിട്ട് വല്ല കാനഡയിലോ അമേരിക്കയിലോ പോയി സെറ്റിലാവും. നീ നോക്കിക്കോ. ഭീഷണിയാണോ? അല്ലടാ, രോദനം, ഒരു മകൻ്റെ രോദനം. ഫോൺ ബ്ലൂടൂത്ത് വഴി ആയതുകൊണ്ട് തന്നെ ആമിയും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ സംസാരവും വിഷമവും പറച്ചിലും എല്ലാം കേട്ടിട്ട് അവൾക്കും ചിരി വരുന്നുണ്ടായിരുന്നു. നിഖിൽ കേൾക്കാതെ വായ പൊത്തിപ്പിടിച്ച് അഭിരാമി ചിരിക്കുന്നത് കണ്ട് ദർശൻ അവളെ ഒന്ന് കുറിപ്പിച്ചു നോക്കി. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? ദർശൻ മറുപടിയൊന്നും പറയാത്തത് കൊണ്ട് നിഖിൽ ചോദിച്ചു. ആ എടാ, ഞാൻ മാത്യു സാറിനോട് പറയാം വേറെ ആരെങ്കിലും പാലക്കാട്ടേക്ക് വിടാൻ. ഓ വേണ്ടടാ, പിന്നെ അത് മതി. ഫ്രണ്ട്ഷിപ്പൊക്കെ പുറത്ത്, ഓഫീസിലെ സ്റ്റാഫായിട്ട് തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ഉപദേശം തുടങ്ങും. അതിലും നല്ലത് പാലക്കാട് പോയി വർക്ക് തീരുന്നത് വരെ അവിടെ നിൽക്കുന്നതാ. എന്നാ പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്. എന്തായാലും വർക്ക് തീരുന്നവരെ നിൽക്കണ്ട, നീയൊന്ന് തുടങ്ങി വെക്കേ. എന്നിട്ട് നമുക്ക് ബാബുവിനെയോ പ്രശാന്തിനെയോ വിടാം. അവർ കണ്ടിന്യൂ ചെയ്തോളും. അതൊക്കെ വിട്. ഞാൻ വിളിച്ചത് നീ പോയ കാര്യം എന്തായി എന്നറിയാനാ. ഞാൻ വിവേകിനെ കണ്ട് തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്. എന്നിട്ടെന്തായി? എടാ, അതെല്ലാം ഓൾറെഡി അഭിരാമി സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അതുതന്നെ ഞാനും വിവേകും കൂടി സംസാരിച്ചു, ഒന്നുകൂടി ക്ലിയർ ചെയ്തു. അപ്പോൾ ആ പ്രോബ്ലം സോൾവ്ഡ്. എന്നാൽ ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. നീ ഓഫീസിലേക്ക് പോയിക്കോ. ഓക്കേടാ, ബൈ. എന്നാൽ ശരി, നമുക്കും ഓഫീസിലേക്ക് പോയാലോ? അതോ നിന്നെ ഫ്ലാറ്റിലേക്ക് ആക്കണോ? വേണ്ട, ഞാനും ഓഫീസിലേക്ക് തന്നെയാണ്. പിന്നെ പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്നോട് സംസാരിച്ചിരുന്നാലേ ഇന്നത്തെ എല്ലാ പ്ലാനുകളും തെറ്റും. അവൻ വേഗം അവളിൽ നിന്ന് മുഖം മാറ്റി കാർ സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയെടുത്തു. അവൻ എന്തെങ്കിലും പറയുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. പക്ഷേ അത് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ വണ്ടിയെടുത്തപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. പിന്നീട് ഓഫീസ് എത്തുന്നതുവരെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഓഫീസിലെത്തിക്കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ തിരക്കുകളിലേക്ക് നീങ്ങി. ആ പെരുമാറ്റത്തിൽ അഭിരാമിക്ക് ഇത്തിരി സങ്കടം തോന്നിയെങ്കിലും ഒരുപാട് നേരം അവനൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിന് മുന്നിൽ അവൾ അതെല്ലാം മറന്നു. ദർശനും അഭിരാമിയും വിവേകിൻ്റെ വീട്ടിൽ പോയി വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. അന്ന് തൊട്ട് അവർ പരസ്പരം എന്നും വിളിക്കാറുണ്ട്. ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും നേരിട്ട് കാണാറുണ്ട്. അവരിപ്പോൾ നല്ല സുഹൃത്തുക്കളായി. ദർശൻ വിവേകിനെ വിവേകിൽ നിന്നും വിച്ചു എന്ന് വിളിക്കുന്നതിലേക്ക് നീണ്ടു അവരുടെ സൗഹൃദം. ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവ വികാസങ്ങൾ ചിറ്റേടത്തുണ്ടായി. ദേവിക തൻ്റെ തുടർ പഠനത്തിനായുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി അവൾക്ക് ക്ലാസ് തുടങ്ങും. ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി പരമാവധി സന്തോഷത്തോടു കൂടി തന്നെയാണ് അവൾ ഇരിക്കാൻ ശ്രമിക്കാറ്. ഒരു പരിധിവരെ അതിൽ അവൾ വിജയിച്ചിട്ടുമുണ്ട്. അഭിരാമി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ദർശൻ അവളെ കാര്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ പലപ്പോഴും മാറിയിരുന്ന് കരയുന്നതെല്ലാം അവൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അഭിരാമി പറഞ്ഞതാണ് ശരിയെന്ന് അവന് ഏറെക്കുറെ മനസ്സിലായി. സാധാരണമായി ഒഴിവു ദിവസങ്ങളിൽ അഭിരാമി ചിറ്റയിടത്തേക്ക് പോകാറുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒഴിവു ദിവസങ്ങളിൽ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് അവൾക്ക് ചിറ്റയിടത്തേക്ക് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സമാധാനം രാധികയ്ക്കും മാലതിക്കും ഉണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന ഒഴിവു ദിവസമാണിന്ന്. വിച്ചുവിൻ്റെ വീട്ടിൽ നിന്നും വന്ന അന്ന് തൊട്ട് ദർശൻ അവനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും അവൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വീട്ടിൽ പറയാറുണ്ട്. രാധികയും ഹരിദാസിനും അവനെ വളരെ ഇഷ്ടമായി. ദേവി പിന്നെ അവനെക്കുറിച്ച് പറയുന്ന വിശേഷങ്ങളെല്ലാം കേട്ടിരിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാറില്ല. വിവാഹം മുടങ്ങിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം അവളുടെ മുഖത്ത് ഒരു സങ്കടം നിഴലിക്കുന്നത് പോലെ ദർശൻ കണ്ടു. ഓഫീസിൽ വരുമ്പോൾ ഹരിദാസ് വിവേകിനെയും കുടുംബത്തെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു. തിരക്കുകൾ ഉള്ളതുകൊണ്ട് വിവേക് ഒഴിഞ്ഞു മാറും. വിവേകും കുടുംബവും ഇന്ന് ചിറ്റയിടത്തേക്ക് വിരുന്നു വന്നിട്ടുണ്ട്. എല്ലാത്തിനു പിന്നിലും അഭിരാമിയുടെ വെളുത്ത കൈകളുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും താമസിച്ചാണ് ഉണരാറ്. രാധിക ഉണർന്നു വരുമ്പോഴേക്കും മാലതി പുറകുവശത്തെ വാതിലിലൂടെ അകത്ത് കയറി അത്യാവശ്യം പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഒഴിവു ദിവസമായതുകൊണ്ട് കല്ലുവും ഉണ്ടാകും കൂട്ടിന്. പഠിക്കാനുള്ള പുസ്തകങ്ങളുമായിട്ടാണ് വരവ്. നെറ്റിൽ നോക്കി അത്യാവശ്യം ചെയ്ത് പഠിക്കാനൊക്കെയാണെന്ന് പറയുന്നു. മെയിനായിട്ട് സിനിമ കാണലാണ് പണി. മാലതി എടുത്തു വെച്ച ചായ ഫ്ലാസ്കിൽ നിന്നും 2 കപ്പുകളിലേക്ക് ഒഴിച്ച് ഒന്ന് തനിക്കും ഒന്ന് ഹരിദാസിനുമായിട്ട് എടുത്ത് അതുമായി വാതിൽക്കിലേക്ക് നടക്കുമ്പോഴാണ് രാധിക പുറത്ത് ഹരിദാസ് ആരോടോ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് തന്നെ അത് അഭിരാമിയാണെന്ന് അവർക്ക് മനസ്സിലായി. അത്രയും നേരം സന്തോഷത്തോടെ ഇരുന്ന മുഖം പെട്ടെന്ന് ഇരുണ്ടു. അതേ ഭാവത്തോടു കൂടി തന്നെ അവർ പുറത്തേക്ക് വന്നു. ആ അമ്മേ, ഞാൻ അച്ഛനോട് ചോദിക്കുകയായിരുന്നു നിങ്ങളൊക്കെ എഴുന്നേറ്റില്ലേന്ന്. അഭിരാമി സന്തോഷത്തോടെ അവരോട് സംസാരിച്ചു. അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവർ ചായ ഹരിദാസിന് കൊടുത്തു. മറ്റേ കപ്പുമായി ഒരു കസേരയിലിരുന്നു. പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുപഴകിയ കാഴ്ചയായതുകൊണ്ട് തന്നെ അഭിരാമിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നാലും ഹരിദാസിൻ്റെ മുഖമൊന്ന് മങ്ങി. മോൾക്കുള്ള ചായ കൂടി എടുത്തിട്ട് വാരാതു. ഇനി സംസാരിച്ച അന്നത്തെ ദിവസത്തെ സന്തോഷം കളയണ്ടല്ലോ എന്ന് കരുതി വന്ന ദേഷ്യം മനസ്സിലൊതുക്കി വെച്ച് ഹരിദാസ് രാധികയോട് പറഞ്ഞു. അയ്യോ, അമ്മ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അച്ഛാ? അമ്മ ചായ കുടിക്കട്ടെ, ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം. ദേഷ്യത്തോടെ രാധിക എന്തോ പറയാൻ വന്നതും അതിനു മുൻപേ അങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിരാമി അകത്തേക്ക് പോയി. എന്താടോ ഇത്? തനിക്ക് ആ കുട്ടിയോട് 2 വാക്ക് സംസാരിച്ചൂടെ? വീട്ടിൽ കയറി വന്നതല്ലേ, ഇൻസൾട്ട് ആയിട്ടുണ്ടാവില്ലേ ആ കുട്ടിക്ക്? 2 പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത്. അപ്പോഴേക്കും അകത്തേക്ക് കയറിപ്പോയി അവള്. 2 ആഴ്ച കാണാതിരുന്നപ്പോൾ ഒരു സമാധാനമുണ്ടായിരുന്നു മനസ്സിൽ. രാധു, നോ, വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ മൂഡ് കളയരുത്. വഴക്കിലെ അവസാനിക്കൂ. അറിയാലോ, ഇന്ന് വിച്ചുവും വീട്ടുകാരും ഇവിടെ വരും.
അവർ വരുമ്പോൾ ഇവിടെ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ അത് നമുക്ക് മോശമാണ്. ദാസേട്ടാ, അവളെ പറഞ്ഞു വിടാൻ നോക്ക്. ആ പയ്യനും വീട്ടുകാരൊക്കെ വരും. അവരിവിടെ വരുമ്പോൾ അത് ശരിയാവില്ല ദാസേട്ടാ. എടീ, നമ്മളെക്കാൾ നന്നായിട്ട് വിച്ചുവിനും വീട്ടുകാർക്കും അവളെ അറിയാം. അവൾ വഴിയാ നമ്മൾ പോലും അവരെ പരിചയപ്പെട്ടത്. അതുകൊണ്ട് അവളെ ഇവിടെ കാണുമ്പോൾ അവർക്ക് സന്തോഷമേ ഉണ്ടാകൂ. നീ വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. മാത്രമല്ല, ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് നിന്നോട്, നമ്മൾക്കുള്ള അതേ അവകാശം തന്നെ അവൾക്കുമുണ്ട് ഈ വീട്ടിലെന്ന്. നിങ്ങൾ എപ്പോഴും ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അവളെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ സന്തോഷമുണ്ടാകും. പക്ഷേ അവളിവിടെ വരുമ്പോഴെല്ലാം നീറുന്ന മനസ്സുമായി നിൽക്കുന്ന ഒരാൾ ഇവിടെ ഈ വീട്ടിലുണ്ട്. അത് നിങ്ങൾ മറക്കണ്ട. നീ എന്താ രാധു ഈ പറയുന്നേ? അവളെ കാണുമ്പോൾ ആരുടെ മനസ്സാ നീറിപ്പുകയുന്നത്? നമ്മളുടെ മോളുടെ, അല്ലാതെ ആരുടെയാ? അത് പറയുമ്പോൾ അവരുടെ ശബ്ദമൊന്ന് ഇടറി. അവളെ കാണുമ്പോഴെല്ലാം എൻ്റെ കുട്ടി ഓർക്കുക ആ ദുഷ്ടനെയാവും, അവൻ ചെയ്ത ചതിയാവും. അവളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നീറുമെന്ന് ആരാ അമ്മയോട് പറഞ്ഞത്? രാധിക പറയുന്നതെല്ലാം കേട്ടിട്ട് മറുപടി പറയാൻ ഹരിദാസ് തുടങ്ങിയെങ്കിലും അതിനു മുൻപായി അവിടേക്ക് വന്ന ദേവി രാധികയോട് ചോദിച്ചു,